ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം എനിക്ക് ഞാൻ ചോദിക്കാതെ തന്നെ ഈവൻ ഞങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലായിട്ട് 1.5 വർഷത്തിന് മേലെയായി, ഇതുവരെ ഒരു കുറവ് വരുത്തിയിട്ടില്ല. ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ജേണി? ഒരു ഇന്ത്യൻ ബ്രിട്ടീഷ് അല്ലേ, ഈസ് ഫ്രം ബ്രിട്ടീഷ്, അപ്പൊ ബ്രിട്ടീഷും ഇന്ത്യനും ആ ഒരു ലവ് സ്റ്റോറി. Yeah, in England, like you normally get married after 10 years. അതെ അതെ. I ഫേവറേറ്റ് ഫുഡ് എന്താ? like Italian food, like pastas and stuff. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. Do you know any bad words? വിളിക്കുന്നു Just Chinese, not really. കേരളത്തിലെ പെണ്ണുങ്ങളൊക്കെ കാന്താരികളോ, അത് മനസ്സിലായി. എത്ര റിക്വസ്റ്റ് വന്നേന്നറിയോ? Alara, ലോഡ് അല്ല Alara, Lord. എൻ്റെ ഫാമിലിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട്. ഡേറ്റിംഗ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു മൈൻഡ് സെറ്റാണ്. അവർ ചോദിച്ചു, എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവൾക്ക് വീട്ടുകാരില്ലേ എന്നൊക്കെ പറഞ്ഞ കുറേ കമന്റ് ഞാൻ കണ്ടിരുന്നു. റീസൺ ഇതാണ്, ഒരു ഏജ് കഴിയുമ്പോൾ ഇതല്ല നമുക്കൊരു പാർട്ട്ണർ, ഇങ്ങനെയല്ല ഒരു പാർട്ട്ണർ, അല്ലെങ്കിൽ നമ്മളും ഇങ്ങനെ അല്ല റിലേഷനിൽ നിൽക്കേണ്ടതെന്ന് ഒരു തോട്ട്. ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരത് കുറയും. അത് കുറഞ്ഞു വന്നിട്ട് കിട്ടിയല്ലോ, കുട്ടിയെ കിട്ടി, അവൾ എവിടെയും പോയില്ല എന്നുള്ള ഒരു ആൺകുട്ടികളുടെ ഒരു ധൈര്യമാണത്. ഒരു പെൺകുട്ടി എല്ലാം ഷോളൊക്കെ വെച്ച് മറച്ചു വെച്ച് റീലിട്ടാലേ അടിപൊളി ആവത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നമ്മൾ കോൺഫിഡൻ്റ് ആ ഡ്രസ്സ് ഇടുമ്പോൾ, ഒരു ബോഡി കോൺ ആയിക്കോട്ടെ, ഒരു ഷോർട്ട് ഡ്രസ്സ് ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ ബോഡിയിൽ കോൺഫിഡൻറ്റ് റീലിടുന്ന സമയത്ത്. എൻ്റെ പാസ്റ്റിലായാലും ഞാൻ കുറച്ച് ടോക്സിക് ആയിരുന്നു. ഇവിടുത്തെ കെയറിങ് എന്താ, വാവച്ചി ആ ഡ്രസ്സ് ഇടരുത്. എനിക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്, രണ്ട് സൈഡ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ കാര്യം പറയട്ടെ, ദിവസവും ഒരു ചെറിയ തുക മാറ്റിവെച്ച് വലിയത് വാങ്ങണം. ഗാഡ്ജറ്റ് ആയാലും അപ്ലയൻസ് ആയാലും മൈജി സൂപ്പർ EMI, ചെറുതിന്റെ പവർ. 1 to Talkലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഒരു ഗസ്റ്റ് ഒരു കപ്പിളാണ്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പിളാണ്. അപ്പോൾ നമുക്കൊരു വെൽക്കം ചെയ്യാം, ഗായത്രി ആൻഡ് ജേക്കബ്. ജേക്കബ് എന്നല്ലേ പേര് മാറിപ്പോയില്ലല്ലോ? ഹായ്. എനിക്ക് ഇംഗ്ലീഷ് കുറച്ച്, എനിക്ക് നിങ്ങൾ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് അറിയത്തില്ല. ഐ നോ ഓൺലി ഇന്ത്യൻ ഇംഗ്ലീഷ്. ഓക്കെ, ഐ നോ ഓൺലി ഇന്ത്യൻ ഇംഗ്ലീഷ്. മലയാളം യു നോ ദാറ്റ്? ലിറ്റിൽ. ഓക്കെ, ഇങ്ങനെ പറയൂ, ഇതിൽ പറയല്ലേ? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ പറയാൻ അടിപൊളി കപ്പിൾ. നിങ്ങളെ കാണാൻ ബോത്ത് ഓഫ് ക്യൂട്ട് കപ്പിൾസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെ ഫോട്ടോസൊക്കെ ഞാൻ കണ്ടായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. ഓക്കെ, എങ്ങനെയുണ്ട് ആഫ്റ്റർ മാരേജ്? കൊള്ളാം, നല്ലൊരു ഫീലിംഗ് ആണ്. ഹാപ്പിയാണ്. പിന്നെ അവിടുത്തെ ലീഗലി വെഡിങ് കഴിഞ്ഞു, അവിടുത്തെ കഴിഞ്ഞു. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മള് പ്ലാൻ ചെയ്യുന്നുണ്ട് താലികെട്ട്. നെക്സ്റ്റ് ഇയർ സ്റ്റാർട്ടിങ് ആയിട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും. ഓക്കെ, എങ്ങനെയാണ് വീട്ടിലെ ഒരു റെസ്പോണ്ട് നിങ്ങളുടെ ഒരു മാരേജ്? അവർക്ക് താല്പര്യമായിരുന്നു. അവര് ആദ്യമേ ഓക്കെ ആയിരുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ. അവര് എന്റെ ഇഷ്ടം അത് ഓക്കെ ആണോ, അതിനോ മുന്നോട്ട് പൊക്കോ, അതാ അങ്ങനെയാ എന്താന്നൊന്നുമില്ല. ഞാൻ ചൂസ് ചെയ്യണത് ഓക്കെ ആയിരിക്കും. എനിക്കൊരു എന്താ പറയാ, നമുക്കൊരു ഏജ് ആവുമ്പോൾ നമുക്കറിയാലോ എങ്ങനെ ആള് നമുക്ക് വേണം. കുറെ ഘടകങ്ങൾ കടന്നു വന്നുകൊണ്ട് നമുക്ക് മനസ്സിലാകും ഇന്ത്യയിലും ഒന്നും നല്ലതില്ലാത്തോണ്ട് പുറം രാജ്യത്തിൽ നിന്ന് കൊണ്ടുവരുന്നില്ല. കേരളത്തിലാകുമ്പോഴൊരു നമുക്കിതൊരു പദവിഷയാവൂല്ലോ. നമുക്ക് ഇവിടെ പെണ്ണില്ല. എന്തുകൊണ്ട് പെണ്ണില്ല? അവരുടെ സ്വഭാവം കൊണ്ടായിരിക്കും കൂടുതലും. അങ്ങനെയല്ല, കൂടുതലും കുറച്ച് പേര് അത് നമ്മള് വളർന്നു വന്നതിന്റെ രീതിയും കാര്യങ്ങളും. ഇപ്പൊ എനിക്കുണ്ട് ഒരു ചേട്ടൻ. അപ്പൊ ചേട്ടനായാലും വളർന്നു വന്ന ഒരു രീതിയും കാര്യങ്ങളും ഉണ്ടല്ലോ. പുള്ളി ഭയങ്കര റൊമാൻറ്റിക് ആണല്ലോ, എപ്പോഴും നോട്ടം, ഐ കോണ്ടാക്ട് ഒക്കെ ആണല്ലോ വന്നത്. റൊമാൻറ്റിക്. You are. Okay, how was the Kerala? Kerala is beautiful. Beautiful. Yeah. കേരളത്തിൽ അപ്പോൾ എന്താ ഇഷ്ടപ്പെട്ടു? What do you like most in Kerala? What was that, sorry? What did you like most in Kerala? The food's amazing. Food is amazing. Okay, what's your favorite food in Kerala? Sadhya, I really like. Sadhya. Okay. Porota. Yeah, I love paratha. കഞ്ഞി കൊടുക്കത്തുന്നത്? കഞ്ഞി കൊടുത്തിട്ടില്ല ഇതുവരെ. കഞ്ഞി അതൊക്കെ കഴിച്ച് പഠിക്കണം. അതൊക്കെ you have to eat rice porridge, she'll say. Yeah. പഴങ്കഞ്ഞി, കഞ്ഞി അതൊക്കെ കൊടുക്കണം. ഓക്കെ, അപ്പം പുള്ളിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ അങ്ങ് ഓക്കെ ആയോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ സ്റ്റാർട്ടിങ്? ഇല്ല, അവിടെ വെച്ചിട്ടും കൊടുക്കുമായിരുന്നു. നമ്മൾ ഇന്ത്യൻ ഫുഡ് കൊടുക്കും. ശീലിക്കണം കല്യാണം കഴിക്കപ്പെടുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു നിങ്ങളുടെ ഒരു ജേണി? ഒരു ഇന്ത്യൻ ബ്രിട്ടീഷ് അല്ലേ, ഹീസ് ഫ്രം ബ്രിട്ടീഷ്. അപ്പൊ ബ്രിട്ടീഷും ഇന്ത്യനും ആ ഒരു ലവ് സ്റ്റോറി കേൾക്കാൻ ഒരു ക്യൂരിയോസിറ്റിയാണ്.
ലവ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വർക്കിന് ചെന്നത് ഒരു കെയർ ഹോമിൽ വർക്കിന് ചെന്നായിരുന്നു. അപ്പൊ ആള് എല്ലാ ടൈപ്പുള്ള വർക്കും ചെയ്യും. അവരുടെ അവിടുത്തെ ആൾക്കാർ ചെറുപ്പം മുതലേ ഫുൾ പാർട്ട് ടൈം ജോബ് ഫുൾ ടൈം ജോബായിട്ട് ഇങ്ങനെ നടക്കും. വർക്ക് ചെയ്യുന്ന ആൾ കൂട്ടത്തിലാണ് എല്ലാവരും. പുള്ളി അങ്ങനെ വർക്ക് ചെയ്യാൻ അവിടുത്തെ കെയർ ഹോമിൽ ഉണ്ടായിരുന്നു. കിച്ചണിലായിരുന്നു പുള്ളി. ഞാൻ കുക്ക് ചെയ്യും. അത് നോക്കിയെടുത്തേ. കേരളത്തിലെ പെണ്ണുങ്ങൾക്ക് ഒരു സ്വഭാവമുണ്ട്, കുക്കായിട്ടുള്ള ഏതെങ്കിലും ഒരാളേക്ക് നോക്കി കിഡിലുമായിട്ട് ഫുഡ് കഴിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ല ഞാൻ അപ്പൊ അവിടെ വെച്ച് കണ്ടു. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ തന്നെ കമ്പനിയായി, നല്ല ഫ്രണ്ട്സ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ആള് ക്വിറ്റ് ചെയ്തു. ഒരു 1.5 year കഴിഞ്ഞിട്ട് യു ക്വിറ്റ്, റൈറ്റ്? Yeah. 1.5. For a different job. ഒരു വേറൊരു ജോലിക്ക് വേണ്ടിട്ട് ആള് ക്വിറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് ഞാനും ഇറങ്ങി. പിന്നെ ഞങ്ങൾ കോണ്ടാക്ട് ഉണ്ടായില്ല. പിന്നെ കുറെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ ടൗണിലത്തെ ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഞങ്ങൾ പിന്നെയും മീറ്റ് ചെയ്തു. ടൗണ് ബസ് സ്റ്റോപ്പ് എന്നിട്ട് പാളിച്ചിരിക്കുന്നത് അതെന്തോ പുള്ളിക്ക് ആ ഒരു ദിവസം ഞാൻ മനസ്സിലാക്കി. അങ്ങനെ അപ്പം ആരാ അപ്പൊ പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ചോദിച്ചു, ഇങ്ങനെ ക്രഷ് ഉണ്ട് പറഞ്ഞായിരുന്നു. അവിടെ ഉണ്ട് അതൊക്കെ, ഇവിടെ മാത്രമല്ല. ആമ്പിള്ളയുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ക്രഷ് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ക്രഷ് ഉണ്ടെന്ന് ഇപ്പം എന്താ പറഞ്ഞു? നമുക്ക് നോക്കാന്ന് പറഞ്ഞു. ഞാൻ ഹാപ്പി ആയിരുന്നു. ഓക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ഡേറ്റ് ചെയ്തു കുറച്ചാള്. ഓക്കെ ആയി. ഈ ഡേറ്റിംഗ് എന്ന് പറയുന്നത് കേരളത്തിലുള്ള ആൾക്കാർക്ക് ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ വേറൊരു മൈൻഡ് സെറ്റാണ്. നമ്മളൊന്ന് ഡേറ്റ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കാം എന്ന് കേരളത്തിൽ പറയുമ്പോൾ അവരുടെ ഒരു തോട്ട് വേറെയാണ്. ആർക്കും ഇപ്പോഴും ഡേറ്റിങ്ങിന്റെ മീനിങ് അല്ല. ആക്ച്വലി ഡേറ്റിംഗ് എന്തുവാണ്? സത്യം നമ്മൾ ഫുഡ് കഴിക്കും, നമ്മൾ തമ്മിൽ മനസ്സിലാക്കുന്നതാണ് ഡേറ്റ്. ഇവിടുത്തെ ആൾക്കാർ ഡേറ്റിംഗ് എന്താണെന്ന് അറിയാമല്ലോ, അവര് ഉദ്ദേശിക്കുന്നത് വേറെയാ. ഓരോരുത്തർക്കും ഓരോ കൺസെപ്റ്റാണ് ഡേറ്റിംഗ് എന്ന് പറയുമ്പോൾ വരണത്. അപ്പം ഞങ്ങൾ അവിടെ എന്ന് പറയുമ്പോൾ സംസാരിക്കുക, പുറത്ത് പോവുക, എല്ലാം കാണുക, അവരുടെ ഹോബീസ്, ഇൻട്രസ്റ്റ് അറിയുക, എൻ്റെ അറിയുക. വന്നിട്ടാണ് അതിന്റെ മീനിങ് അറിഞ്ഞു ഡേറ്റിംഗ് എന്ന് പറഞ്ഞാൽ. കാരണം ഇവരങ്ങനെ എളുപ്പത്തിൽ റിലേഷൻഷിപ്പ് ആവുന്ന ആൾക്കാരല്ല. വൺസ് അത് പോയി ആളുടെ ഫാമിലി തന്നെ, ആളുടെ ബ്രദർ ആയാലും ഫാമിലി പാരൻസ് ആയാലും സിസ്റ്റേഴ്സ് ആയാലും എല്ലാവരും ലോങ് ടേം റിലേഷൻഷിപ്പിലുള്ള ആൾക്കാരാണ്. അപ്പോൾ ബ്രദർ തന്നെ ഒരു 10 years കഴിഞ്ഞതിന് ശേഷമാണ് പ്രപ്പോസ് ചെയ്തത് ഗേൾ ഫ്രണ്ടിനെ. എന്നിട്ട് ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ ആള് അങ്ങനെയാണ് ഇവരുടെ ഫാമിലി മൊത്തം. ബട്ട് ആൾക്കും എനിക്കും എൻ്റെ കൾച്ചർ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ഇതുള്ള ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ കൾച്ചറൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടും എൻ്റെ ഫാമിലിയെ റെസ്പെക്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ടും Little, I understand little. Yeah, in England, like you normally get married after 10 years. അല്ല, ആൾക്ക് ഞാൻ പറഞ്ഞ എൻ്റെ ബോഡി ലാംഗ്വേജും കുറച്ച് കണക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്ക് മനസ്സിലാവും. മലയാളമൊക്കെ പഠിപ്പിച്ച് കൊടുക്ക്. ഓക്കെ, ഇപ്പൊ ചില ആൾക്കാർ പറയും നമ്മൾ പുറത്തോട്ടുള്ള ആൾക്കാരെ സ്നേഹിക്കുക, അത് വിശ്വസിക്കാൻ പറ്റത്തില്ല. അവിടുത്തെ ആൾക്കാരുടെ അവിടുത്തെ ആൾക്കാരുടെ കൾച്ചർ എന്നൊക്കെ പറഞ്ഞാൽ ജസ്റ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് അവരുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. അത് കഴിയുമ്പോൾ അടുത്ത് അവർക്കൊരു വേറെ റിലേഷൻഷിപ്പ്, അങ്ങനെയാണ്. അവർക്ക് ആർക്കും മാരേജ്, കുട്ടികൾ അങ്ങനെയൊന്നും താല്പര്യം ഇല്ല എന്നൊക്കെ ഞാൻ കേട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, കുറെ ആൾക്കാർ ഞാൻ കണ്ടു 3 പേര് സ്നേഹിച്ചിട്ട് കല്യാണം. അങ്ങനെയുണ്ട്, അങ്ങനെ അല്ലാത്തവരുണ്ട്. എല്ലായിടത്തും നമുക്ക് 2 ടൈപ്പ് കേരളത്തിലുണ്ടല്ലോ അത്. അപ്പോൾ ഇവിടെ എന്ന് പറയുമ്പോൾ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കമ്മിറ്റ്മെന്റിൽ നിന്നോളും. അതിപ്പം അവർക്ക് കുറെ നാളെടുത്തിട്ടേ അവര് മാരേജിലേക്ക് പോകത്തുള്ളൂ. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ്. ആൾക്കാർ മാരേജ് കഴിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ കളയാം, അങ്ങനത്തെ ഇത് അങ്ങനെയില്ല. അത് കുറെ നാള് നമ്മൾ പോയിട്ട് നോക്കിയിട്ട് അവർക്ക് ഓക്കെയാണ്, അവർ ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആവുകയാണ് അവരുടെ പ്രയോറിറ്റി പറയുന്നത്. ഒരു ഫാമിലി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അത് കഴിഞ്ഞിട്ടാണ് മാരേജ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് പോകണം ഇവർക്ക്. അങ്ങനെ എന്തൊക്കെ വേർഡ്സാ പഠിപ്പിച്ചെടുത്ത് ഇപ്പൊ ദേഷ്യം വരുമ്പം പട്ടി തെണ്ടി എന്നൊക്കെ വിളിക്കുമ്പോ വല്ല മനസ്സിലാവാറുണ്ടോ? Any bad words she's teach you? Do you know any bad words? Go for it. Just Chandi is not really. അതെന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുത്തത്? അതെപ്പോഴാ പറഞ്ഞു കൊടുത്തത്? എനിക്ക് ഇപ്പൊ അറിയണം. Chandi means bad, right? Yeah. അതെന്തിനാ പറഞ്ഞു? Bad words like patti. Patti means dog, right? Yeah. പുള്ളി എന്തോ പറയാൻ വന്ന് സമ്മതിച്ചില്ല. ഓക്കെ, പട്ടി തെണ്ടി ഇതൊക്കെ കോമൺ, അത് എന്നെ പറയും. അപ്പൊ ദേഷ്യം വരുമ്പോൾ വിളിക്കും പുള്ളിക്ക് മനസ്സിലാവും.
ഞാൻ അങ്ങനെ വിളിക്കാറില്ല, ദേഷ്യപ്പെട്ടൊന്നും വിളിക്കാറില്ല. എനിക്ക് കുറച്ച് പേടിയൊക്കെ ഉണ്ട്. ഇരിക്കുന്നതേ ഉള്ളൂ അല്ലേ, ആള് terror ആണ്. ആളില്ല, പാവമാണ്. പക്ഷെ ദേഷ്യം വന്നാൽ ദേഷ്യപ്പെടും. പക്ഷെ പുള്ളി ദേഷ്യം വരുമ്പോ എന്തൊക്കെയാ പറയുന്നത്, അപ്പൊ മനസ്സിലാവും പെട്ടെന്ന്. തെറിയൊന്നും വിളിക്കില്ല. അത് മനസ്സിലാവത്തുള്ളൂ, അവിടുത്തെ തെറി വേറെ തെറിയൊന്നും വിളിക്കില്ല. കുറച്ചെന്തെങ്കിലും കുറച്ചു നേരം പറയും, എന്തെങ്കിലും വഴക്ക് പറഞ്ഞ് എന്തിനാ അങ്ങനെ ചെയ്തേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. നമ്മളപ്പ തന്നെ സംസാരിക്കണം കേട്ടോ. സംസാരിക്കണം, മിണ്ടാതിരിക്കണത് ഇഷ്ടമല്ല. അപ്പൊ തന്നെ മിണ്ടി അടുത്തിരുന്ന് സംസാരിച്ച് തീർക്കണം. നമുക്ക് ടൈം തരില്ല, സംസാരിച്ച് തീർത്ത്. അത് ഭയങ്കര ഗുഡ് ക്വാളിറ്റി അല്ലേ, ചില ആൾക്കാർ. ഇതിനു മുമ്പ് ഈ സോഷ്യൽ മീഡിയയിൽ ഒത്തിരി റീൽസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അപ്പം റിലേഷൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു നാട്ടില്? എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട്, പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ട്. ഉണ്ടല്ലോ. അത് അങ്ങനെ പോയി. അപ്പൊ ഒരു നമുക്കൊരു ഡിപ്രഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ദൈവം നല്ലത് കൊണ്ട് തരും, ആ ഒരു നല്ലത്. എനിക്ക് എപ്പോഴും ഒരു മൈൻഡിലുണ്ടായിരുന്നു, എന്റെ ഫ്യൂച്ചറിൽ ഐ ഗെറ്റ് ബെറ്റർ പേഴ്സൺ. ഇപ്പൊ നല്ലൊരു ബെറ്റർ കിട്ടി, യു ഹാപ്പി. അത് ആ ഫേസ് കാണുന്നുണ്ട്. തൊട്ട് നമുക്ക് നമ്മൾ പറയത്തില്ല, ഞാൻ ഒരു ജ്യോതികയുടെ ഒരു സംഭവം കണ്ടോണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും ലുക്ക് ആയിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹാപ്പിനെസ്. അപ്പൊ പുരുഷൻ കുറച്ച് ഹാപ്പിയാ വെച്ചിരിക്കുന്ന പറയുന്ന ഡയലോഗ്. അതാ നമ്മുടെ ഹസ്ബൻഡ്, നമ്മുടെ സൗന്ദര്യം നമ്മുടെ പാർട്ട്ണറിലാണ് ഇരിക്കുന്നത്. സത്യം പറഞ്ഞ വുമൻസിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് തന്നെ അതാണ്. അവര് നമ്മളെ ഹാപ്പി ആയിട്ട് വെച്ചാലേ നമ്മുടെ ആ ഒരു ഫേസിൽ വരത്തുള്ളൂ. അത് ഞാൻ കാണുന്നുണ്ട്. നേരത്തെ റീൽസിൽ കാണുമ്പോൾ ഇപ്പോഴത്തെ റീൽസ് കാണുമ്പോഴും നല്ല നമുക്ക് ആളുടെ ഒരു ഗ്ലോ അറിയാൻ പറ്റുന്നുണ്ട്. ഒന്നും മനസ്സിലാവുന്നില്ല, എന്നാലും എന്തൊക്കെയൊക്കെ പറയാം. പുള്ളിയുടെ ഫാമിലി അപ്പം എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞാൻ കൂടുതലും കണക്റ്റഡ് ആയിട്ടുള്ളത് പുള്ളിയുടെ അമ്മൂമ്മയായിട്ടാണ്, നാനായിട്ടാണ്. I'm more connected to your grandma, right? Yeah. ഇങ്ങനെ പറഞ്ഞു വിട്ടുണ്ട്. ഞാൻ അവിടെ പോയി എന്ത് പറഞ്ഞു, യായാന്ന് മാത്രം വേറെ ഒന്നും പറയരുത്. ഓക്കെ അങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ മറ്റത് സുരാജിനെ പോലെ ഇങ്ങനെ സംസാരിക്കണം, വായില് കൈയിട്ടിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കും. ഞാൻ ദൈവം ഇന്റർവ്യൂല് ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വരും. ഒരു കുഴപ്പമില്ല, നമ്മളുടെ മലയാളം കുറച്ച് കഴിയുമ്പോ കണക്ട് ചെയ്ത് പിടിച്ചോളും ആള്. നമ്മുടെ ലാംഗ്വേജ് ഭയങ്കര പാടാണ്. ബാക്കിയുള്ള ലാംഗ്വേജ് പോലെ എല്ലാവരും മലയാളം ഭയങ്കര ഒരു ഡിഫറൻസ് ആണ്. മലയാളം. Yeah, it's the second hardest language to learn in the world after Chinese, I think. But English is supposed to be one of the easy languages. അപ്പൊ അവിടുത്തെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആ ഒരു രീതി തന്നെ സംസാരിക്കും, ബ്രിട്ടീഷ് ആക്സെന്റ് തന്നെ പ്രോപ്പറായിട്ട്. അവിടെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആക്സെന്റ്. നമ്മുടെ ഇവിടെ കാസർഗോഡ്, കോഴിക്കോട്, പിന്നെ നമ്മുടെ ഓരോ സ്ലാങ് ഉണ്ടല്ലോ, അവർക്കും ഉണ്ട് അത് ഡിഫറെന്റ് ആയിട്ട്. കുറച്ച് ഹാർഡാ. വാട്ട് യു ലൈക്ക് ഹർ മോസ്റ്റ്? വാട്ട്സ് ദ റീസൺ യു ലൈക്ക് ഹർ? She's just really sweet and really lovely. ഞാൻ സ്വീറ്റ് ആണ്, ഞാൻ ലവ്ലി ആണെന്നാണ്. Thoughtful and thoughtful ആണ്. Okay. വേറെ anything else? She's beautiful. പറഞ്ഞു പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഇടിക്കുന്നു. I asked you to say all these. She's saying. ഇല്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് പാത്രമൊക്കെ എടുത്തത് നീ ഇന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലൊക്കെ പറഞ്ഞു. ഇന്ത്യൻ മൂവീസ് ഒക്കെ കാണിച്ചു കൊടുക്കാറുണ്ടായിരുന്നോ? ആദ്യമൊക്കെ കാണുമായിരുന്നു. ഞാൻ മൂവീസ് അങ്ങനെ കാണലില്ല, സീരീസും കാണലില്ല. അധികം എനിക്ക് അവിടെ ടൈം കിട്ടാറില്ല. ഞാൻ കിട്ടുന്ന ടൈമൊക്കെ ഉറങ്ങി തീർക്കും. എനിക്ക് ഉറക്കമാണ് എല്ലാം. ഭയങ്കര സ്ലീപ്പിംഗ് ഗേളാണ്, ഉറങ്ങുക അങ്ങനത്തെ ആണോ? അതെ, അങ്ങനെയാണ്. അപ്പൊ അതുകൊണ്ട് വർക്കിന് പോവാ, വരിക, ഉറങ്ങുക, ആടോടിരിക്കുക, ഇതന്നെ. അപ്പൊ ഞാൻ അങ്ങനെ കാണാറില്ല. ആദ്യമൊക്കെ നമ്മള് കാണിക്കുമായിരുന്നു, കുറച്ചൊക്കെ കാണിക്കുമായിരുന്നു. പക്ഷെ കാണുന്ന സമയത്ത് കിടന്ന് ഉറങ്ങും. ഞാനും ഉറങ്ങും, അല്ലെങ്കിൽ പുള്ളി കിടന്നുറങ്ങും. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇപ്പം നിങ്ങൾ ഇപ്പം 2 കൺട്രീസ് ആയതുകൊണ്ട് പല കാര്യങ്ങളിലും വ്യത്യാസം കാണിക്കും. ഇപ്പം നമ്മളിപ്പം ഇപ്പം ട്രിവാൻഡ്രത്തുള്ള കാസർഗോഡുള്ള ആൾക്കാരുടെ സ്ലാങ് വ്യത്യാസമായിരിക്കും, ഫുഡ് വ്യത്യാസമായിരിക്കും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. പക്ഷെ ഇത് 2 രാജ്യങ്ങളാണ്. ഈ ബ്രിട്ടീഷ് എന്നൊക്കെ പറഞ്ഞ പണ്ട് കാലം തൊട്ടേ ഇന്ത്യൻ ബ്രിട്ടീഷ് അത്ര അല്ലേ? അപ്പൊ അങ്ങനെ ഇങ്ങനെ ആയപ്പം എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ ലൈക്ക് ഇപ്പം ചില കാര്യങ്ങൾക്ക് നമുക്ക് ഡിഫറൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ? ഇല്ല, പുള്ളി കൂടുതലും നമ്മളുടെ കൾച്ചർ ഓൾറെഡി പഠിച്ചൊരു വ്യക്തിയാണ്. കുറേ കാര്യങ്ങൾ അറിയാം പുള്ളിക്ക്. അതുകൊണ്ട് അത്ര ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല ഞങ്ങൾക്ക്. കൾച്ചറിന്റെ ഒരു തരത്തിൽ ഇഷ്യൂസ് വന്നിട്ടില്ല. പിന്നെ ഇപ്പം നമ്മുടെ ഓണം ആയാലും വിഷു ആയാലും എല്ലാത്തിനും കൂടും. ഇപ്പം എവിടെ പോകാനാണെങ്കിലും വരാനാണെങ്കിലും ഒക്കെ കൂടെ വന്നോളും. എല്ലാ ഫുഡൊക്കെ അത് ട്രൈ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, എല്ലാം ചെയ്തോളും. സെയിം ഞാൻ അങ്ങനെയാണ് അവിടെയും അവരുടെ എല്ലാ കാര്യങ്ങളും
ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണു. അവിടെ ഇഷ്ടമുള്ള എന്താണ് അവിടെ ചെയ്തു കൊടുക്കണം. അപ്പൊ ഇങ്ങോട്ടേക്കും നമുക്ക് എല്ലാം ചെയ്തു തരും. അപ്പൊ നിങ്ങളുടെ ഈ റിലേഷൻ ഫസ്റ്റ് ആരോടാണ് ഗായത്രി ഇപ്പം ഷെയർ ചെയ്തത് വീട്ടില്? ചേട്ടൻ, എനിക്ക് ചേട്ടൻ കഴിഞ്ഞിട്ടുള്ളൂ. ചേട്ടനാണ് ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഒരു ബ്രദർ തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അത് ഭയങ്കര ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ കിട്ടുന്നില്ല ആക്ച്വലി. ഇപ്പോഴത്തെ പല ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഫോൺ നോക്കും, അത് എന്ത് ചെയ്യുന്ന പോലും ചിലർക്കില്ല. പക്ഷെ ഒരു ബ്രദർ സിസ്റ്റർ നല്ല ഫ്രണ്ട്ഷിപ്പ് ആയാലേ നമുക്ക് നല്ലത് ഫാമിലി സ്ട്രോങ് ആയിട്ട് നിൽക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ബ്രദറിനോട് ബ്രദറിന്റെ ഒരു റിയാക്ഷൻ ആളൊക്കെ ആയിരുന്നു. നീ ഓക്കെ ആണോ? നീ എന്ന് പെട്ടെന്ന് കിട്ടുന്ന അങ്ങനെയാണോ? അല്ല, നീ ടൈം എടുത്തിട്ട് ആളെ അറിഞ്ഞിട്ട് മുന്നോട്ട് പോകും. അതുകൊണ്ടാണ് ഞങ്ങള് ഡേറ്റിംഗ് കുറച്ച് നാള് നോക്കിയത്. എത്ര നാളെ ഡേറ്റിംഗ് ആയിരുന്നു? ഒരു 1.5 monthsോളം. അത്രയും 1.5 year എന്ന് പറയാൻ വരുമെന്ന് അത്ര ലാഗൊന്നും ആയില്ല. കാരണം ഞങ്ങൾക്ക് 3 വർഷമായിട്ട് തമ്മിൽ അറിയാം. ഒരു 2-3 വർഷമായിട്ട് തമ്മിൽ അറിയായിരുന്നു. അപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, കുറച്ചുകൂടെ അറിയാം തമ്മിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ റിലേഷൻ കടക്കണതിന് മുമ്പ് തമ്മിൽ അറിയണം. അപ്പൊ കുറച്ചാള് ഒന്ന് സംസാരിച്ചു, കണ്ടു, എവിടെ പുറത്തൊക്കെ പോവുമായിരുന്നു. അങ്ങനെ ആയി. അപ്പൊ ചേട്ടനോട് ആദ്യം പറഞ്ഞു, പിന്നെ അച്ഛനമ്മ. അവർക്കൊന്നും ഒരു റിയാക്ഷൻ ഇല്ല. നിന്റെ വീട്ടിൽ വല്ലതും ആയിരിക്കണം, അന്യ മതം പോലും എന്റെ വീട്ടിൽ അന്യ എന്ന് വെച്ചാൽ ഹിന്ദുവിൽ തന്നെ നമ്മുടെ സെയിം ആയിരിക്കണം എന്ന് അവര് പറഞ്ഞു. അതില് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അപ്പടിയാ. അതൊക്കെ ഞാൻ നമ്മുടെ കണ്ട് പടി അന്യ രാജ്യത്തിന്ന് വരെയൊക്കെ നോക്കുന്ന കണ്ട്. ഇവിടെ റിലീജിയൻ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ഇത് നമ്മുടെ നാട്ടില് കുറച്ച് എന്റെ ഒക്കെ ഉള്ളിലോട്ടാ തമിഴ്നാട് അവരുടെ തൊട്ട്. പക്ഷെ ഹിന്ദുവിൽ ഇന്ന ആളെ തന്നെ എന്റെ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു കേട്ടോ. പണ്ട് ഫാമിലിയിൽ നമ്മൾ വേറെ നോക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കുഞ്ഞിലത്തെ ആ ഒരു റിലേഷൻ. ലക്ഷ്യം പുറത്തോട്ട് പോവാ. എത്രയും പെട്ടെന്ന് പുറത്തോട്ട്. എവിടെയായിരുന്നു പോയത്? ഞാൻ ലിവർപൂൾ. അവിടെ തന്നെ ഇവിടെ നോക്കുക, ഒരാളെ സെറ്റ് ചെയ്യുക, അവിടെ തന്നെ എൻഗേജ് ചെയ്തിരിക്കാൻ പറ്റുമോ? മിക്കപേരും പുറത്തോട്ടുള്ള ആൾക്കാരൊക്കെ കൂടുതലും ഇപ്പോഴത്തെ റീൽസ് ഒക്കെ നമ്മൾ കുറെ കാണുന്നുണ്ട്. ഇപ്പൊ അതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടില്. പണ്ടൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എന്റെ ഫാമിലിയിൽ ഞാൻ ഹാപ്പിയാണോ എന്ന് മാത്രമേ നോക്കിയുള്ളൂ. അമ്പലത്തിലൊക്കെ വരാറുണ്ട് പുള്ളി? ഇവിടുത്തെ അമ്പലത്തില് പോയിട്ടില്ല. കാരണം വേറെ അമ്പലത്തിൽ കൊണ്ടുപോകണം നമുക്ക്. കാരണം താലി കെട്ടാനുള്ളതായോണ്ട് അമ്പലത്തില് താലി കെട്ടുന്ന സമയത്ത് കയറിയ ഫാമിലിയൊക്കെ വരുമോ? വരും. ഒരു മാരേജ് ചേട്ടൻ വരാൻ ചാൻസ് ഇല്ല. കാരണം ആ സമയത്താണ് അവർക്ക് ഡെലിവറി ടൈം വരണത്. അപ്പോൾ അവര് വരില്ല, പാർട്ട്ണറും വരില്ല. ബാക്കി എല്ലാവരും ഫാമിലിയൊക്കെ trying. Did you watch any Kerala wedding video? Yeah, I've seen a few. Like a parents, mum sends me some reels and stuff like that. And I've seen അമ്മ അയച്ചു കൊടുക്കും. അമ്മ അവിടെ എനിക്ക് ട്രാൻസ്ലേറ്റ് എനിക്ക് വേണം. There's a certain when you tie the rope around, there's a certain way you tie it and stuff like that. ഞാൻ പറഞ്ഞുതരാം. Mangala Sutras. താലി. ഞാൻ ഇങ്ങനെ അപ്പൊ അമ്മയാണെങ്കിൽ അയച്ചു കൊടുക്കും കുറെ റീൽസ് ഒക്കെ അങ്ങോട്ട്. പിന്നെ യൂട്യൂബ് വീഡിയോ അതൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ ആൾക്ക് താലി കെട്ടണ രീതി എങ്ങനെയാണെന്നൊക്കെ അറിയാം. പ്രാക്ടീസ് വീട്ടില് ഡെയിലി നൂല് വെച്ചിട്ട് പ്രാക്ടീസ് ഒന്നുമില്ല, അറിയാം കെട്ടണം. അത് പിന്നെ ചെയിനിലേക്ക് മാറ്റിയിടണം. കേരള വെഡിങ് എന്നൊക്കെ പറഞ്ഞ അവിടുത്തെ പോലും ഭയങ്കര ചടങ്ങ്. രാവിലെ ഒരു കൂട്ടം ബന്ധുക്കള്, കുറച്ച് കഴിയുമ്പോ ബന്ധുക്കള്, പിന്നെ അടുത്ത ഒരു സാരി മാറിന്, പിന്നെ ഉച്ചക്ക് ഒരു സാരി. അങ്ങനെ കുത്തി ചടങ്ങുണ്ട്. ഭയങ്കര പാടായിരിക്കും. അത് കുഴപ്പമുണ്ടാവില്ല. ചൂട് മാത്രമേ പ്രശ്നം എനിക്ക് തോന്നണുള്ളൂ. ആ സമയത്തൊരു എല്ലാ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ നിൽക്കുമ്പോഴുള്ള ഒരു പ്രശ്നം. അല്ലാണ്ട് ആൾക്ക് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കും അല്ലേ മാരേജ്? ജനുവരി, ഫെബ്രുവരി, ന്യൂ ഇയർ 2026 ഒരു കിടിലം ആ സമയത്ത് ഇവിടെ. കാരണം അവിടെ നിന്ന് എല്ലാവരും വരണം. അവിടെ അങ്ങനെ പെട്ടെന്ന് നമുക്ക് ലീവ് കിട്ടില്ല എല്ലാവർക്കും. അപ്പൊ നമ്മള് നേരത്തെ ബുക്ക് ചെയ്യണം. അപ്പം ഓഫൊക്കെ എടുത്തിട്ട് വേണം. അതുകൊണ്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചു എന്നുള്ളൂ. ഇങ്ങനെ തിങ്ക് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ ജനിക്കുന്ന കുട്ടി മലയാളം പറഞ്ഞു കൊടുക്കണോ അതോ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്കണോ? അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഞാൻ എവിടെ നിന്ന് ഓവർ തിങ്ക് ചെയ്യുന്നു. എന്തോ സംസാരിക്കും, മലയാളമാണോ ഇംഗ്ലീഷാണോ? ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷും മലയാളവും ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. ഇംഗ്ലീഷ് അമ്മയാണ് നോക്കുന്നെങ്കിൽ മലയാളം തന്നെ. നമ്മുടെ കൊച്ചു ജനിക്കുമ്പോഴത്തേക്കും കവളിലൊരു നൂലേട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടുന്ന് ഒരു കവളിലൊരു കുത്ത് ഇല്ല. അത് മലയാളവും ഇംഗ്ലീഷും ഉണ്ടാവും. ഇംഗ്ലീഷ് അവിടെ ആണെങ്കിൽ അവിടെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇംഗ്ലീഷ് പിന്നെ മലയാളം ഞാൻ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു പ്ലാനൊക്കെ ഉണ്ട്. പുള്ളിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. പുള്ളിക്ക് ബേബീസിന് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഫാമിലി പ്ലാനിങ് എന്നുള്ള രീതിയിൽ ബോയ് ആണോ ഗേൾ ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ? ഗേൾ
girl baby, right? You want? Yeah, first. എല്ലാ ബോയ്സിനും എന്താ ഇങ്ങനെ അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടുള്ള കാര്യമാണ് ആൺപിള്ളേർക്ക് ജനിക്കുന്ന തൊട്ട് പെണ്ണാവണം എന്നുള്ളൊരു തോട്ടുണ്ട്. അതെന്താണാവോ? ആയിരിക്കും, എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പക്ഷെ കുറച്ച് ഗേൾസിനൊക്കെ ആൺകുട്ടി ജനിക്കണം എന്നായിരിക്കും, അവർക്ക് പെൺകുട്ടി ജനിക്കണം എന്നൊക്കെ. ഓരോരുത്തരുടെ ഇഷ്ടം അറിയില്ല. എനിക്ക് ബോയ് ബേബിയാണ് താല്പര്യം. ഓക്കെ, അപ്പോ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ അവിടെ ആയിരുന്നല്ലോ, അപ്പൊ അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇത് പ്ലാൻ ചെയ്തത് ആരായിരുന്നു? ഞാനും പുള്ളിയും കൂടെ ചേർന്നാണ് നമ്മുടെ വെഡിങ് ഫുൾ പ്ലാൻ ചെയ്തത്, കോർഡിനേറ്റ് ചെയ്തത് ഫുള്ളും ഞാനും. റിംഗ് എക്സ്ചേഞ്ചും നമ്മുടെ അതെ, പ്രോമിസ് കൊടുക്കലും ഹൗസ് കൊടുക്കലും റിംഗ് എക്സ്ചേഞ്ചും ആയിരുന്നു. എന്റെ ഫാമിലി വിസ അപ്ലൈ ചെയ്തു, വരാൻ പറ്റിയില്ല. അത് കുറെ പേര് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാ. നമ്മുടെ ഒരു കമന്റ് ബോക്സിൽ ഒരു പ്രത്യേകതയുണ്ടോ, അവൾ അവിടെ പോയപ്പോൾ അമ്മയും അച്ഛനെയൊക്കെ എല്ലാരും ചോദിക്കുന്നുണ്ട്. അത് അവർക്ക് ക്യൂരിയോസിറ്റി ആയതുകൊണ്ടായിരിക്കാം. അവര് ചോദിച്ചു, എല്ലാരും ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവൾക്ക് വീട്ടുകാരില്ലേ എന്നൊക്കെ പറഞ്ഞ കുറെ കമന്റ് ഞാൻ കണ്ടിരുന്നു. റീസൺ ഇതാണ്, അവര് ഫാമിലി അപ്ലൈ ചെയ്തു എല്ലാവരും. ചേട്ടൻ, അമ്മാച്ചൻ, 2 കസിൻസ് അപ്ലൈ ചെയ്തു. പക്ഷെ വിസ റിജക്റ്റ് ആയി. അപ്പൊ അവർ അങ്ങനെ വിസ കൊടുക്കണില്ല ഇപ്പൊ ഒരു കറന്റ്ലി. അപ്പോൾ എന്തുകൊണ്ടാ അറിയില്ല, വിസ റിജക്റ്റ് ആയി. പിന്നെ അവർ കുറെ നോക്കും എന്തൊക്കെ എല്ലാം ടിക്ക് ബോക്സ് വരുന്നുണ്ടോ എല്ലാവരുടെ ക്രൈറ്റീരിയ. അതെന്തോ മിസ്സായിട്ട് കിട്ടിയില്ല. അത് 24th സെപ്റ്റംബർ 24th വിസ റിജക്റ്റ് ആയത് നമുക്ക് വരണത്. അപ്പൊ അതുകൊണ്ട് ആദ്യമൊക്കെ കുറച്ച് ഡിപ്രസ്ഡ് ആയിരുന്നു, ഫാമിലി ഇല്ല. പിന്നെ ആള് എന്നെ ഓക്കെ ആക്കി. ആള് പറഞ്ഞു നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് നീ വിഷമിക്കണ്ട, അന്ന് രാത്രി തന്നെ എന്നോട് പറഞ്ഞു വിഷമിക്കണ്ട, നമുക്ക് ടിക്കറ്റ് എടുത്ത് കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തന്നെ കേരളത്തിലെ പിള്ളേരൊക്കെ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാനതെന്റെ മൈൻഡിൽ പോയില്ല, ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ആള് പറഞ്ഞു നമുക്ക് പോവാൻ, നീ വിഷമിക്കണ്ട. അങ്ങനെ പിന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെച്ചു ഞങ്ങള്. കേരളം ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാ, ഏഷ്യയിൽ ആദ്യമായിട്ടാ. യൂറോപ്പിൽ ഒരു 10 വർഷമായിട്ട് പിന്നെ ട്രാവൽ ചെയ്തിട്ടില്ല. 10 വർഷം മുന്നേ ടർക്കി അവിടെയൊക്കെ പോയിട്ടുണ്ട്. യൂറോപ്പിൽ കുറച്ച് ട്രാവൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ എന്തെങ്കിലും കണ്ട് ഇത് കൊള്ളത്തില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും അതായത് ആള് പറയണെന്തറിയോ, റോഡില് പേവ്മെന്റ് ഇല്ല എന്നുള്ളൊരു കാര്യം പറയണുള്ളൂ, വേറെ ഇഷ്യൂസ് ഒന്നും പറയുന്നില്ല. കേരള ഇവിടെ ഇങ്ങനെയാ അത് മാത്രമേ ബ്ലോക്ക് ട്രാഫിക് പറയുന്നുണ്ട്. കാരണം ലണ്ടനിലും സെയിം ട്രാഫിക് ഇങ്ങനെ ഉണ്ട്, പക്ഷെ ഇത്രയില്ല, സിമിലർ ആണ്, ഇത്രയില്ല. അവിടെ ഹോൺ അടിക്കില്ല, അതൊരു വ്യത്യാസം. നമുക്ക് കുറച്ചുകൂടി എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ? ആള് വന്നപ്പോ പറഞ്ഞു എനിക്ക് ഇവിടെ വന്നിട്ട് ലൈസൻസ് എടുക്കാൻ പറ്റുമോ, ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ. കേരള ബ്യൂട്ടിഫുൾ. പിന്നെ അപ്പൊ ഞാൻ പറഞ്ഞു പറ്റില്ല, കാരണം ഇവിടുത്തെ ഡ്രൈവിംഗ് ഇച്ചിരി ടഫാണ്, അവിടത്തെ പോലെയല്ല, അപ്പൊ എടുക്കണ്ട പറഞ്ഞു. അപ്പൊ ആള് പറഞ്ഞു എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ഒന്നും ചോദിച്ചില്ല എന്റെ അടുത്ത്. അപ്പൊ പിന്നെ എനിക്ക് ഹാപ്പി ആയി. ഓക്കെ, വേറെ എന്തെങ്കിലും അങ്ങനെ ഒന്നും പറഞ്ഞില്ല. പിന്നെ നമ്മുടെ അവിടെ എന്ന് പറയുമ്പോ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി നമ്മുടെ ഇതൊക്കെ ഓപ്പൺ ആക്കിയല്ല ഇവിടെ വെച്ചിരിക്കുന്നേ. അതേ പറഞ്ഞോളൂ, അത് എന്തെങ്കിലും സേഫ്റ്റി ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ആദ്യം റോഡ് നേരെ കറണ്ട് ഉള്ളത് ഇവിടെ ഭാഗ്യം. ഇവിടുത്തെ ആൾക്കാർക്ക് കറണ്ട് ചിലർക്കൊന്നും ഇല്ല. KSEBക്കാരൊക്കെ കുറിച്ചിരുന്ന അങ്ങോട്ട് കറണ്ട് ഉള്ളതേ വലിയ കാര്യം. അതേ ഉള്ളു, വേറെ ആള് ഹാപ്പി, എല്ലാം ഓക്കെയാണ്. പിന്നെ ആൾക്ക് ഡോഗിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആൾക്ക് അവിടെ വീട്ടില് പട്ടി ഉണ്ടായിരുന്നു, പട്ടിക്കുഞ്ഞുണ്ടായിരുന്നു. നമുക്ക് മരിച്ചു പോയി അത്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മുടെ സ്ട്രീറ്റില് നമ്മുടെ സ്ട്രേ ഡോഗ്സിനെ കാണുമ്പോ ഒരു അതൊരു വിഷമമാണ്. അതിനൊരു ഭയങ്കരമായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എവിടെ നടക്കാൻ പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കും. നിന്നിട്ട് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് അവിടെ പപ്പ ഭക്ഷണം വാങ്ങിച്ച് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ അവിടെ നിന്ന് അങ്ങോട്ട് നീങ്ങത്തില്ല. അവിടെ ലഹള ഉണ്ടാക്കി അവിടെ നിന്നോളും. അപ്പൊ നമ്മള് പോയി ഫുഡ് വാങ്ങിച്ച്, ഇന്നലെയും കൂടെ സംഭവിച്ചുള്ളൂ. ഇന്നലെ മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവ് അല്ല, നമ്മുടെ ഫോർട്ട് കൊച്ചി പോയപ്പോ പട്ടിക്കുഞ്ഞുങ്ങള് ഭയങ്കരമായിട്ട് ഇങ്ങനെ സ്ട്രേ ഡോഗ്സ് അവിടെ കുഞ്ഞുങ്ങളാട്ടോ അവിടെ കിടക്കണം. ആൾക്ക് പറ്റണില്ല, അവിടെ നിന്നു ഫുഡ് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നു, കഴിപ്പിച്ചിട്ടാണ് ആള് പോയത്. പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കണ്ടായിരുന്നു. അത് ഡോഗ് ഉള്ളവർക്ക് മനസ്സിലാവും, അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. അവിടെ സ്ട്രേ ഡോഗ്സ് അങ്ങനെ ഇല്ല. അപ്പൊ ഇവിടെ വന്നു കഴിയുമ്പോ അതുങ്ങളെന്തായാലും നോക്കാത്തേ എന്നുള്ളൊരു വിഷമം. മനുഷ്യനെ നോക്കാൻ ഇവിടെ അതിന്റെ ഒരു വിഷമം വേറെ. ഞാൻ കുറച്ച് ടങ് ട്വിസ്റ്റർ തരാം. Okay, we are going to play a game. Yeah, you try it. Okay. മലയാളം ആദ്യം എളുപ്പമുള്ളത്. ആന അലറലോട് അലറൽ. അലറലോട് അലറൽ.
ഇത് 5 വർഷം സ്പീഡിൽ പറയണത് അയ്യോ, പറ്റില്ല. എടാ, നമുക്ക് പോലും പറ്റില്ല. ആന അലറലോട് അലറൽ. ഞാൻ 1/2 മണിക്കൂർ പഠിച്ചിട്ട് ഇത് ഞാൻ പറയുന്നത്. She's also ആന അലറലോട് അലറൽ. Anna, alal. ഓക്കെ, ഞാൻ വേറെ Okay. ഇനിയിപ്പൊ കിട്ടും. തച്ചൻ ചത്ത വേണ്ടടാ. Is this one for you? For No, you? not for me, for you. Oh, yeah, go on. അവിടെ ഇല്ല, ഇവിടെ വേറെ തരാം. 10 പച്ച തത്ത ചത്തു. Pacha, pacha. 10 പച്ച തത്ത ചത്തു. 10 പച്ച Pacha, pacha. 10 പച്ച തത്ത ചത്തു. Tacha, chatu. Yeah, ചത്തു പറഞ്ഞു. ചത്തു. ഒന്നുകൂടി പറയാം. 10 പച്ച തത്ത ചത്തു. 10 10 10 Patta. വരണ്ടായിരുന്നു പുല്ലെന്ന്. Pacha, 10 patta. പച്ച 10 പച്ച. പച്ച Pacha, pacha. ഓക്കേ. തത്ത തത്ത Tacha, tachu. ചത്തു. ആ. ചത്തു. Tachu. ചത്ത പച്ച തത്ത വണ്ടറി. എന്താണ്? കരയും. മറ്റേ വേറെ സാധനമുണ്ട്, അത് പറയുന്നില്ല. കുന്തി ദേവിക്ക് കളിക്കുന്നേ. അത് പറഞ്ഞാ എനിക്കത് ആലോചിക്കാൻ പോലും വയ്യ. അയ്യോ, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. ഈ വേറൊരു അപ്പൊ ഇതൊന്നും പറ്റത്തില്ല. പറ്റില്ലടാ. വേറെ എന്തെങ്കിലുമൊക്കെ ഗെയിം കൊടുത്തോ? ട്രൈ ചെയ്യായിരിക്കും. വേറെ എന്ത് ഗെയിം? എന്തായാലും കൊടുത്തോളൂ. ടങ് എനിക്ക് ഇങ്ങനത്തെ ആൾക്കാരെ കാണുമ്പോ എനിക്ക് ടങ് ട്വിസ്റ്റർ കൊടുക്കാൻ തോന്നും. No. ആന അറലോട് കുറച്ച് പറഞ്ഞു. Proud of you. Thank you. ഓക്കെ, കുറച്ച് എന്നാ വാക്കുകൾ കൊടുക്കാം, മലയാളം വാക്കുകൾ. അത് പറഞ്ഞു. അത് ട്രൈ ചെയ്യേ. ക്ഷേത്രം എളുപ്പം. സേ ക്ഷേത്രം. Chetram. ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ്. Ullakaranga. ഉള്ളകളവനോ ഉള്ളക്കളവനോ ഉരുളക്കിഴങ്ങ്. ഉരുളക്കിഴങ്ങ്. എന്നെ ഇടിക്കും. കിഴങ്ങ്. കഴിക്കും ഇതൊക്കെ. പൊട്ടറ്റോ. പൊട്ടറ്റോ. Potato. കഴിക്കും ഇതൊക്കെ. പൊട്ടറ്റോ ഭയങ്കര Yeah, I love ഉരുളക്കിഴങ്ങ് potatoes. 5 പ്രാവശ്യം ഞാൻ പറയും. ഉരുളക്കിഴങ്ങ്. സേഗി. ഏതോ മലയാളത്തിൽ വന്നിരിക്കുന്നെന്ന് ഞാൻ. അയ്യോ, ഉരുളക്കിഴങ്ങ്. Ullakaranga. ആ നിങ്ങളെ പേര് കറക്റ്റ് ആയിട്ട് പറയോ? ആ പറഞ്ഞേ. മൈ നെയിം. സേ മൈ നെയിം. Gayatri. ഗായത്രി. അത് കുറച്ച് ഫാൻസിയിലാട്ടോ. അതുകൊണ്ട് അശ്വതി. അശ്വതി. Ashwathi. അശ്വതി. സേ ഹെർ നെയിം. Is it Aswathi? അശ്വതി. Ashwathi. യാ. ഓക്കെ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇനി കുറച്ച് മലയാളം വാക്കുകൾ. തണ്ണിമത്തൻ. Tannimatte. ഓക്കെ, ഞാൻ കുറച്ച് ഫേവറേറ്റ് കാര്യങ്ങൾ ചോദിക്കാം, അതിന്റെ മലയാളം ചോദിക്കാം. ഓക്കെ, ഫേവറേറ്റ് ഫുഡ് എന്താ? യുവർ ഫേവറേറ്റ്. Mine. In Kerala. നോ ലൈക്ക് ഓക്കെ, All together. I like Italian food, like pastas and stuff. English food is just. അതേത് ഫുഡ്? ഇറ്റാലിയൻ ഫുഡ്സ് ഇല്ലേ? പാസ്ത. അതുകൊണ്ട് നിങ്ങൾ ഇവിടുത്തെ ഫുഡ് പറയും. ഇഡ്ഡലി, ദോശ. ഓക്കെ ഹിയർ കേരള. That's what I asked. I really like. I like dosa and stuff. ദോശ. അയ്യോ, അത് മലയാളമാണല്ലോ. അയ്യോ, അതല്ല. എന്നാ വേണ്ട. ഓക്കെ, ഫേവറേറ്റ് ഫ്രൂട്ട്? Fruit. Papaya. I'd പപ്പായ. say. Papaya. പപ്പയുടെ മഴ കപ്പയ്ക്ക. 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 സേ കപ്പയ്ക്ക. 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 Kapaka. കപ്പയ്ക്ക. അപ്പൊ ഇനി വേറെന്തോ ഫ്രൂട്ട്? ഫ്ലവർ. ഫ്ലവർ ഫേവറേറ്റ്. ഫേവറേറ്റ് ഫ്ലവർ. What's the one? The white one. അതിവിടെ Grows ഇല്ല. ആ outside കൂടെ your ഇല്ല. house. Which one, love? On the tree. I think it's a type of rhododendron. I'm not sure. Kind of jasmine flower പോലത്തെ. Jasmine. Yeah. Yeah, മുല്ലപ്പൂ. മുല്ലപ്പൂ. Right. Mullapu. മുല്ലപ്പൂ. പറ. That's called അവിടെ മുല്ലപ്പൂ. ഇവിടെ ഞാൻ ഇവിടെ ചോദിക്കുന്നത് മുല്ലപ്പൂ. Mullapu. മുല്ലപ്പൂ അല്ലേ? മുല്ലപ്പൂ. മുല്ലപ്പൂ. Mullapu. മുല്ലപ്പൂ. ഭാഗ്യം. പട്ടുസാരി. പട്ടുസാരി അത് പറ. പട്ട് സാരി. That means സാരി. Pattisari. പട്ടുസാരി. Pattisari. പോത്ത്. Putasari. No, love. Oh, pota. പോത്ത്. പോത്ത്. Yeah. ബഫലോക്കല്ലേ പോത്ത്? ബഫല്ലോ. 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 ഓക്കെ. Buffalo. Yeah, which is ആട്ടിൻകുട്ടി. പോത്ത്. ആട്ടിൻകുട്ടി. ഗോട്ട്. ആട്ടിൻകുട്ടി. Atinkutti. ആട്ടിൻകുട്ടിയല്ല. ബേബി ഗോട്ടിന് എന്താ പറയാ? അതിനെന്തെങ്കിലും പേരില്ലേ? കുഞ്ഞാടേ. കുഞ്ഞാടിന് ഇംഗ്ലീഷ് എനിക്കറിയാൻ പാടില്ല. കുഞ്ഞാടേ. ആ
കുഞ്ഞാട് കുഞ്ഞാട്. കുഞ്ഞാട്. എന്തെങ്കിലും ഒരു സ്ഥലമോ എന്തെങ്കിലും ഇങ്ങനെ കുറച്ച് കടും വാക്കുകൾ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞാണോ? ഇനി അപ്പോ ഫ്യൂച്ചർ പ്ലാൻസ് എന്താ? ഇപ്പൊ മൂവി അങ്ങനെ എന്തെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടോ? മൂവി 1-2 വന്നു, എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ നോക്കണം. എനിക്ക് അങ്ങനെ വലിയ ഫുള്ളി സപ്പോർട്ടാണോ എല്ലാത്തിനും. ഇൻഫ്ലുവൻസർ ആണ് ആദ്യമേ അറിയായിരുന്നോ? ആദ്യം അറിയില്ലായിരുന്നു. നമ്മൾ ഇൻസ്റ്റാ പ്രൊഫൈല് ഷെയർ ചെയ്തപ്പോഴാണ് ആള് കണ്ടത്. A lot, yeah. അപ്പൊ ചോദിച്ചു. കുഴപ്പമില്ല, ആള് അവിടെ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാം, അവിടുത്തെ മെയിൻ പ്രശ്നം ഡ്രസ്സിംഗ് ഒന്നും പ്രശ്നമേ അല്ല അവിടെ. അതാണ് ഏറ്റവും വലിയ. നമ്മുടെ കേരളത്തിലൊക്കെ നമുക്കൊരു ഡ്രസ്സിന്റെ റീലിട്ടാ വരുന്ന കോമന്റ്സ് അറിയാമല്ലോ. നമുക്ക് സത്യം പറഞ്ഞ ഇവര് ബോഡി ഷേമിംഗ് ആണോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു സ്ലിം ആയിട്ടുള്ള ഒരു ഗേള് റീൽസ് ഇട്ടാ അവിടെയും ബോഡി ഷേമിംഗ്. എനിക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട്, രണ്ട് സൈഡ് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവരുടെ ആക്ച്വലി പ്രശ്നം നമുക്കറിയില്ല. ഇപ്പൊ ഞാൻ ഒത്തിരി കോമന്റ്സ് ഉണ്ട്, എന്റെ കോമന്റ്സ് ഒക്കെ ഉണ്ടോ? എന്റേന്ന് പറഞ്ഞാൽ പിന്നെ കൊറേയൊക്കെ ഫേക്ക് പ്രൊഫൈലിൽ നിന്നാണ് വരുന്നത്. ഈ ആക്ച്വലി ഇവര് പറയുന്ന വെച്ചാൽ ഒരു പെൺകുട്ടി എല്ലാം ഷോളൊക്കെ വെച്ച് മറച്ചു വെച്ച് റീലിട്ടാലേ അടിപൊളി ആവത്തുള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് നമ്മൾ കോൺഫിഡന്റാ ആ ഡ്രസ്സ് ഇടുമ്പോൾ. ഒരു ബോഡി കോൺ ആയിക്കോട്ടെ, ഒരു ഷോർട്ട് ഡ്രസ് ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ ബോഡിയിൽ കോൺഫിഡന്റ് റീലിടുന്ന സമയത്ത് അതിന്റെ അടിയിൽ വരുന്ന ഒരു കോമന്റ്സ് ഉണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ എന്ത് ബെറ്റർ ആണ്. അവര് ബെറ്റർ ആണ്. അവർക്ക് അതൊന്നും പ്രശ്നം, കാരണം അവരത് കണ്ടു വളർന്നവരാണ്. നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി ആണല്ലോ, അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുള്ളൂ. മാറ്റാവുന്നുള്ളൂ. നേരത്തെ എന്തെങ്കിലും അഭിനയിച്ചിട്ടുണ്ടായിരുന്നു? ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തായിരുന്നു, വെബ് സീരീസ് അങ്ങനെ കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. എടുത്ത് നോക്കുമ്പോ ഈ ഒരു പോസ്റ്റ് കിട്ടിയതിന് ശേഷം ഞാൻ അക്കൗണ്ട് നോക്കിയോ, പ്രൈവറ്റ് അക്കൗണ്ട് ഞാനിപ്പോ കണ്ടു. കേരളത്തിലെ പെണ്ണുങ്ങളൊക്കെ കാന്താരികളോ മനസ്സിലാക്കി. എത്ര റിക്വസ്റ്റ് വന്നറിയോ? പ്രൊഫൈല് നോക്കിയപ്പോ രണ്ടുപേരുടെ കപ്പിൾ ഫോട്ടോ എനിക്ക് തോന്നി. പറഞ്ഞിട്ട് നമ്മുടെ ഫോട്ടോ ഞാൻ പറഞ്ഞിട്ടില്ല. പ്രൈവറ്റ് ആയിരുന്നു, സ്റ്റാർട്ടിങ് മുതലേ പ്രൈവറ്റ് ആണ് ആളുടെ. ഗേൾസിന് റിക്വസ്റ്റ് ഇല്ല, ഒന്നും ചെയ്യില്ല. പറയണമെന്നുണ്ട്, ഒന്നും പറയുന്നില്ല. എനിക്കത് മാത്രം മനസ്സിലായി. ആരുടെ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാറില്ല. I had like 3 requests, and then she posted a photo with me finally and tagged me in it, and then it just went over 1,000. It stops at 999 in the രോദനം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ ഒന്ന് അക്സെപ്റ്റ് ചെയ്യാൻ സമ്മതിക്കും. ഞാൻ നിന്റെ ചെയ്യാൻ പറയാം. അതെന്താ അറിയോ, എന്റെ ആദ്യം ഉണ്ടായിരുന്നില്ല. നമ്മള് പോസ്റ്റ് ചെയ്യുമ്പോഴാണല്ലോ ആൾക്കാർ ക്യൂരിയോസിറ്റി ആരാന്നറിയാൻ വേണ്ടി അങ്ങനെ കുറെ ചെയ്തിട്ട് നമുക്കൊരു 999 കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പ്ലസിനെ കാണിക്കുള്ളൂ റിക്വസ്റ്റ് വരുന്നത്. പിന്നെ എത്ര നമ്പർ കാണിക്കില്ല. എന്നാലും ഏതെങ്കിലും ഗേളിന്റെ പ്രൊഫൈല് നോക്കാറുണ്ടോ? ഗേൾസ് പ്രൊഫൈൽ അല്ല, എനിക്ക് ആളുടെ ചിരി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ കുടുംബക്കാരൊക്കെ ഉണ്ടാക്കും. അങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ ഇപ്പൊ മെറൈൻ ഡ്രൈവിലൊക്കെ പോയെന്നല്ല, അപ്പൊ എന്തെങ്കിലും ഫാൻസ് ഒന്ന് സംസാരിച്ച ചേച്ചി നമ്മള് കണ്ടു. 2-3 പേര് വന്ന് ചോദിച്ചു. കുറെ പേര് ചോദിക്കില്ല, കുറെ പേര് ഇങ്ങനെ നോക്കിക്കൊണ്ട് ചിരിച്ചോണ്ടിരിക്കും. കുറെ പേര് വരില്ല, കുറെ പേര് വരും, നമ്മുടെ അടുത്തോട്ട് വരും. ചിലവര് നോക്കി ചിരിച്ച് ഇങ്ങനെ കരാറ്റ കാണിച്ചു. ഓക്കെ, നിങ്ങള് ഈ ഒരു പോസ്റ്റ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം ഇതിനു മുമ്പ് നിങ്ങളുടെ തമ്മിലുള്ള ഒരു ഫോട്ടോയോ ഒരു റീൽസോ കാര്യങ്ങളോ ഇട്ടിട്ടില്ല. അപ്പൊ ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ കീപ് ഇറ്റ് പ്രൈവറ്റ് പെർമനന്റ് എന്നൊക്കെ ആ ഒരു സംഭവം കറക്റ്റ് ആണ്. നമ്മള് പബ്ലിക്കായിട്ട് ഇടുമ്പോ അത് ബ്രേക്കപ്പ് ഒരു കണ്ണുകടി നമുക്ക് ഉണ്ടാവും. ഇതിലായി എന്തായാലും ഉണ്ട്. അങ്ങനത്തെ അത് ഞാൻ ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എൻ്റെ ഒരു ഇതില് അത് പ്രോപ്പർ ആയിട്ട് ആൾക്കാരിൽ അറിയിച്ചാൽ മതി. ഞാൻ ഇതുവരെ മുമ്പുള്ള റിലേഷൻസ് പുള്ളിയുടെ ഒരു ഫോട്ടോ പോലും അങ്ങനെ ഇട്ടിട്ടില്ല. ഞാൻ ഇടണമെങ്കിൽ നമ്മൾ ക്ലോസ് ഫ്രണ്ട്സിൽ, അതും റയർ ആയിട്ട് ഇടാറുള്ളൂ, പക്ഷെ ഇടാറില്ല. ക്ലോസ് ഫ്രണ്ട്സ് വിഷമടാ. റയർ ആയിട്ട് ഞാനും അങ്ങനെയാണ്. ക്ലോസ് ഫ്രണ്ട് പബ്ലിക്കായിട്ട് ഇടുന്ന സമയം ഒന്നെങ്കിൽ ഒന്ന് വഴക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ഫോട്ടോ ഇടാതിരിക്കും പ്രശ്നമില്ല. അപ്പൊ എല്ലാരും ചോദിച്ചത് എവിടുന്നാ പൊങ്ങി വന്ന കുറെ പേര്. ഇനി ഞാൻ പറയാം, ഫോട്ടോഷൂട്ട് ആണോ ഞാൻ PR-ന് വേണ്ടിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കൊറേ കമന്റ്സ് വന്നിരുന്നു. അത് മനസ്സിലായി. പക്ഷെ അവർക്ക് അവര് എന്താ പറയാ,
ബ്രിട്ടീഷ് റൂൾസ് ഒക്കെ മാറ്റി അതാരും അറിയുന്നില്ല. PR അങ്ങനെ കിട്ടാനൊന്നും ചാൻസ് ഇല്ല, കിട്ടത്തുമില്ല ഇപ്പൊ. പക്ഷെ എല്ലാവരും വിചാരിച്ചു ഞാൻ എന്താ പുള്ളിയെ കെട്ടിക്കഴിഞ്ഞാൽ നാളെ എനിക്ക് PR എടുത്ത് ഇങ്ങോട്ട് കൈ തന്നു ഞാനിപ്പോ അവിടെ ബ്രിട്ടീഷ് സിറ്റിസൺ ആണ്. അങ്ങനെയാണ്. അതെ, അപ്പൊ എല്ലാരും പെട്ടെന്ന് പൈസ ചിലവരൊക്കെ പറയണ്ടേ ഞാൻ പൈസ ആൾക്ക് കൊടുത്തിട്ട് ഐ പെയ്ഡ് ഹിം ദാറ്റ്സ് വൈ ഹി മാരീഡ് മീ, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് കൊമന്റ്സ് ഞാൻ കണ്ടിരുന്നു. കേരളത്തിലായിരുന്നു ഇപ്പൊ സ്ത്രീധനം ചോദിച്ചേനെ. സ്ത്രീധനം ഡൗറി സ്ത്രീധനം ഇന്ന് പോയി ചോദിക്കാത്തില്ല. None of that. No, in England we really don't believe in things like that. Like, ഇംഗ്ലണ്ടിൽ അങ്ങനെ ബിലീവ് ചെയ്യാം. അങ്ങനെയൊക്കെയാ വേണം ആൾക്കാര്. yeah, it amazes us that that is even a thing in Asia. അവർക്ക് ഇത് അത്ഭുതമാണല്ലോ, ഇങ്ങനെ ഒരു സംഭവം ഏഷ്യയിൽ ഉണ്ടെന്നുള്ളത് തന്നെ അവർക്ക് വലിയൊരു കാര്യമാണ്. എന്താ അങ്ങനെ ചെയ്യണേ എന്നാണ് ഇവര് അങ്ങനത്തെ ഒരു സംഭവം ഇവിടെ അവര്. ഞാൻ അവിടെ ചെന്ന് പുള്ളിക്ക് അറിയില്ലായിരുന്നു, പുള്ളിയുടെ ചേട്ടനാണ് പുള്ളിയോട് പറഞ്ഞ നിനക്ക് ഡൗറി കിട്ടുമല്ലോ, അതെന്താ അവിടുന്ന് ആവുമ്പോ സ്ത്രീധനം ചോദിക്കൂല, കൊണ്ടുവന്നോ അങ്ങനെ പുള്ളി അതൊന്നും എനിക്ക് വേണ്ട, അതങ്ങനെ ഇതായിരുന്നു. സ്ത്രീധനമൊക്കെ മറ്റേ സ്വർണവും കാറും ഒക്കെ ഇരുന്നു. അവിടുന്ന് എന്തെങ്കിലും കിട്ടാറുണ്ടോ? അങ്ങനത്തെ അവിടുത്തെ എന്തെങ്കിലും ഇതുണ്ടോ? പുള്ളി ഇല്ല, അവരെല്ലാവരും ഒരു ഫാമിലി ആണെങ്കിലും എല്ലാവരും ഇൻഡിവിജ്വൽ ലൈഫ് അവർക്ക് എല്ലാവർക്കും ഉണ്ട്. അവിടുത്തെ മാരേജ് ഒക്കെ എങ്ങനെയാണ്? ഒറ്റ ദിവസത്തെ പരിപാടി അത്രേ ഉള്ളൂ. ഇവിടെയൊക്കെയാണ് കുറെ പേര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പൈസയാണ്, ഭയങ്കര പൈസയാണ് നമ്മുടെ വെഡിങ്ങിന് വേണ്ടിയിട്ട് മാത്രം. അപ്പൊ എല്ലാവരും കുറെ പേര് കല്യാണം കഴിക്കില്ല, കുട്ടികളായിട്ട് ജീവിക്കുന്നുണ്ട്. 30 വർഷം 20 വർഷമൊക്കെ മേലെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് എൻ്റെ ഫ്രണ്ട്സിന്റെ. അപ്പൊ ഇവിടെ എന്ന് പറയുമ്പോ നമ്മളുടെ ആയാലും ഒരു ചെറിയൊരു ചടങ്ങ് പോലെ, എന്നാലും അതിന് ഭയങ്കര പൈസയായിരുന്നു, നമ്മൾ കഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അവിടെ എല്ലാം രജിസ്റ്റർ ചെയ്ത് നമ്മൾ ചെയ്യാണ്. ഒരു കുറച്ച് പേര് ഞങ്ങളുടെ വെഡിങ്ങിന് 100 താഴെ പേരുണ്ട്, 100 പേരുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കുറച്ച്. ഇപ്പം നമ്മൾ 100 പേരുണ്ട് നമ്മുടെ കല്യാണത്തിന് എന്ന് പറയുകയാണെങ്കിൽ അവിടെ അത് വലിയ കാര്യമാണ്. അത്രയും പേരുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അത് ഇവിടെയൊക്കെ 20 പേര് 50 പേര് വെച്ചിട്ടാണ് അവർ വെഡിങ് നടത്തി ഇതാവുക. അവർ ഹാപ്പി ആവും, റിസപ്ഷനൊക്കെ നടത്തി. നമ്മുടെ 100 ഉണ്ടായി, കാരണം ആളുടെ ഫാമിലി ഇച്ചിരി വലിയ ഫാമിലിയാണ്, എല്ലാവരും കൂടെ കസിൻസ് ഒക്കെ വലിയൊരു ഫാമിലിയാണ് ആളുടെ. അപ്പൊ അങ്ങനെ. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ നമ്മൾ ചേച്ചിക്ക് നേരത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു റിലേഷനിൽ രാജ്യം ഡിഫറെന്റ് ആണ്, സ്ലാങ് ഡിഫറൻസ് ആണ്, പേഴ്സൺ ഡിഫറെന്റ് ആണ്, ഫാമിലി ഡിഫറെന്റ് ആണ്. അപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബെറ്റർ എന്താ ഒരു ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ, ബെനിഫിറ്റ്സ് അല്ല, നമുക്ക് കുറച്ച് ഹാപ്പി ആയല്ലോ. അപ്പൊ ഇതിനൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഒരാളെ. ഫാമിലി എന്ന് പറയുമ്പോൾ ഞാൻ ലക്കിയാണ്, ആളുടെ ഫാമിലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഒരു ഫാമിലി കിട്ടിയതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. പിന്നെ ഞാൻ മോസ്റ്റ്ലി നോക്കിയത് ആളെന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്നാണ്. എനിക്ക് വേണ്ടത്, നമുക്ക് ഗേൾസിന് വേണ്ട കാര്യങ്ങൾ അറ്റൻഷൻ, കെയർ, ടൈം. ഇവിടുത്തെ കെയറിങ് എന്താ? വാവച്ചി ആ ഡ്രസ് ഇടരുത്, അതാണ് ഇവിടെ ആൾക്കാർ. ഇതിന്റെ കെയർ ആണ് മോളൂസേ, ഇതൊക്കെയാണ് വേണ്ടത്. ഇതൊന്നും അല്ല കെയറിങ്, അത് അവര് മനസ്സിലാക്കുന്ന. ആ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം എനിക്ക് ഞാൻ ചോദിക്കാതെ തന്നെ, ഈവൻ ഞങ്ങളിപ്പോ റിലേഷൻഷിപ്പിലായിട്ട് 1.5 വർഷത്തിന് മേലെയായി, ഇതുവരെ ഒരു കുറവ് വരുത്തിയിട്ടില്ല. അതിപ്പോൾ നമ്മൾ കുറേ ആൺകുട്ടികൾ എനിക്ക് എൻ്റെ പാസ്റ്റിലുണ്ടായിരുന്നു, കുറേ നാൾ നമ്മൾ സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവരത് കുറയും. അത് കുറഞ്ഞു വന്നിട്ട് കിട്ടിയല്ലോ, കുട്ടിയെ കിട്ടി, അവൾ എവിടെയും പോയില്ല എന്നുള്ള ഒരു ആൺകുട്ടികളുടെ ഒരു ധൈര്യമാണത്. അപ്പോൾ അത് കുറയും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് വിഷമാവും. പക്ഷെ ഇവരെന്ന് പറയുമ്പോൾ അതില്ല, ആൾക്ക് എപ്പോഴും ഫിസിക്കൽ ടച്ച്, സ്നേഹം അല്ലെങ്കിൽ കെയർ, എല്ലാം അറ്റൻഷൻ തരിക, പാമ്പറിങ് എല്ലാം ചെയ്തോളും. ഞാൻ ചോദിക്കണ്ട, അവർക്ക് അവരുടെ ഒരു സ്വന്തം മോളെ പോലെ ഒരു അങ്ങനെ കിട്ടുന്ന വെച്ചാൽ ഭയങ്കര ലക്കിയാണ്. ഇവിടുത്തെ ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞല്ലോ, ചെയ്യാമിന്റെ പാസ്വേഡ് ഇതാ, ആരെ ഇപ്പൊ ഫോളോ ചെയ്ത്, ആരെ ഇപ്പൊ കമന്റ് ചെയ്ത്, അങ്ങനെയാണ് ഇവര് കെയർ. എന്താണ് ശരിക്കും ഒരു ബോയ് ഒരു ഗേളിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടത് പറയും? ട്രീറ്റ് ചെയ്യുന്ന അവർക്ക് വേണ്ട ഒരു തമ്മിൽ വേണ്ടത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മെയിൻ കാര്യം. ആൾക്കാർ വഴക്കിടുമ്പോൾ ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ കുറെ തെറി അതിപ്പം ഞാൻ പറയട്ടെ, ആൺകുട്ടികളെ മാത്രം ഞാൻ പറയണില്ല, ഞാൻ കണ്ടിട്ടുണ്ട് പെൺകുട്ടികൾ അങ്ങോട്ടും തെറി വിളിക്കണത്. അത് നമ്മളൊക്കെ വളർന്നു വന്നത്. ഇപ്പൊ എന്റെ പാസ്റ്റിലായാലും ഞാൻ കുറച്ച് ടോക്സിക് ആയിരുന്നു. പക്ഷെ നമ്മളൊരു പോയിന്റ് കഴിയുമ്പോഴാണ് നമ്മൾ മാറി. അപ്പൊ മാറാനുള്ളൊരു ടൈം കൊടുക്കുക, എല്ലാവരും മാറിക്കോളും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ഏജ് കഴിയുമ്പോൾ ഇതല്ല നമുക്ക് ഒരു
പാർട്ട്ണർ ഇങ്ങനെയല്ല ഒരു കാരണം പാർട്ട്ണർ ഇപ്പൊ അല്ലെങ്കിൽ മനസ്സിലാവും. നമ്മളും ഇങ്ങനെയല്ല റിലേഷനിൽ നിൽക്കേണ്ടതെന്ന് ഒരു തോട്ട് അത് എപ്പോഴാ ഇപ്പം റിയലൈസ് ചെയ്തത്? അതെന്റെ ലാസ്റ്റ് റിലേഷൻഷിപ്പ് എനിക്ക് ഓരോ റിലേഷൻഷിപ്പ് കഴിയുമ്പോഴും ഇങ്ങനെ ചെയ്യാൻ ഓരോ- അപ്പൊ പാടില്ല, എത്ര എണ്ണം ഉണ്ട്? ഇങ്ങനെ How ചെയ്യാൻ many? പാടില്ല. How many? ഒരു 3 എത്രയല്ലേ ഉള്ളൂ? അപ്പൊ ഞാനാ വിന്നർ. എനിക്ക് 6 9 10 ഒരു 3 നമ്മളത് 3 ഫ്ലോപ്പായി. ആ ഫ്ലോപ്പാണ്. ഫ്ലോപ്പായി. പക്ഷെ എന്റെ ലാസ്റ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന വ്യക്തി നല്ലൊരു ആളായിരുന്നു. പക്ഷെ എന്റെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മളുടെ എന്താ ടൈം തരില്ല, ഇതില്ല, പിന്നെ അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു പ്രശ്നം വന്നിട്ട് പോയതാണ്. പ്രശ്നങ്ങളാണ് എപ്പോഴും അണ്ടർസ്റ്റാൻഡിങ്. പക്ഷെ നമ്മള് നല്ല ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും. ഇപ്പോഴും നല്ലൊരു ക്യാരക്ടർ ആയിരുന്നു ആളുടെ. ഇപ്പോഴും നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ നിർത്തി. അത് കഴിഞ്ഞ് കുറെ നാള് റീൽസിൽ ഒരു കോമന്റ്സ് ആയിരുന്നു, അഭിഷേകുമായിട്ട് റീൽസ് എടുത്ത സമയം നിങ്ങൾ കപ്പിൾസ് ആണോ? അയ്യോ അല്ല അല്ല, അങ്ങനെ ഒരു ഇതൊന്നും ഇല്ല. ഫാമിലി പറഞ്ഞ ഫാമിലി ഫ്രണ്ട്സ് ആണ്. ആ ഫാമിലി ഫ്രണ്ട്സ് ആണ്. Yeah. ഫാമിലി ഫ്രണ്ട്സ് ആണ് ഞങ്ങള്. ഫാമിലി ആയിട്ട് പക്ഷെ നല്ല ആൾക്കാർ ഇപ്പൊ എന്നിട്ടോ അത് ബ്രേക്കപ്പ് ആയി അതുകൊണ്ടൊന്നുമല്ല. ഇല്ല ഇല്ല, അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും അല്ല. ഇപ്പോഴും നിങ്ങൾ ഫാമിലി ഫാമിലി ഫ്രണ്ട്സ് ആണ്. നിങ്ങൾ ഇടുന്ന റീൽസ് കണ്ടിട്ടായിരിക്കും maybe. പക്ഷെ പുള്ളിയുടെ അനിയത്തിയായിട്ടും റീൽസ് ഇട്ടിട്ടുണ്ട്. അതും ആൾക്കാർക്ക് പ്രശ്നമായിരുന്നു. അനിയത്തിയുമായിട്ടൊക്കെ ഇങ്ങനെ റീൽസ് ഒക്കെ ഇടും, അതൊരു ആക്ടിങ് ആണ്. ആൾക്കാരുടെ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ റീൽസ് റിയലായിട്ട് അവർ കാണത്തില്ല, അത് റിയൽ ലൈഫായിട്ട് അവർ കമ്പയർ ചെയ്യും. അതാണ് പ്രശ്നം. ഓക്കെ, അപ്പൊ എന്തായാലും നല്ലൊരു സെക്ഷൻ. ചേട്ടനൊന്നും പറയാൻ പറ്റിയില്ല അല്ലേ? കുഴപ്പമില്ല, ഞാൻ പറഞ്ഞല്ലോ. ചേച്ചി ചേട്ടൻ എന്നൊക്കെ കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞു അത് മതി. ഞാൻ ടോക്സിക് അല്ല കേട്ടോ. ഞാൻ പറഞ്ഞു അത് മതി. അവിടുന്ന് പറഞ്ഞു വിട്ടു, അവളടുത്ത് വാ തുറക്കരുത്, അവിടെ പോയി മിണ്ടാതെ. ഇല്ല, ആള് വിചാരിച്ചു ആൾക്ക് പറയാൻ പറ്റുന്ന കുറച്ചൊക്കെ പറയാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇംഗ്ലീഷിന്റെ ഇഷ്യൂസ് കാരണം ഇംഗ്ലീഷ്, പക്ഷെ ഈ ഇംഗ്ലീഷ് എനിക്കൊന്നും അത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടില്ല. അത് ഇവരുടെ സ്ലാങ് കുറച്ച് വേറെയാണ്. ആദ്യം എനിക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു കണ്ടപ്പോ. അത് കഴിഞ്ഞ് പിന്നെ അത് ഓക്കെ. പിന്നെ നമ്മള് കേൾക്കണത് ഇത് തന്നെയല്ലോ എല്ലാ തവണയും. അപ്പൊ ഒരു ഓക്കെ വന്നു. പിന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാവും. അപ്പൊ വീട്ടിലെന്താ പ്രശ്നം, ഞാൻ നടുക്ക് നിൽക്കും. ഇവരെന്താ അച്ഛ ഇതാ പറഞ്ഞത്, അമ്മ ഇതാ പറഞ്ഞത്. അങ്ങനെ ഒരു ട്രാൻസ്ലേഷൻ. പിന്നെ കുറച്ച് കഴിയുമ്പോ ഇരുന്ന് ഞാൻ നോക്കുമ്പോ അച്ഛനും മോനും കൂടെ അവിടെ ഇരുന്നിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റർ എടുത്ത് അങ്ങോട്ട് സംസാരിക്കുന്നു, ഇങ്ങോട്ട് സംസാരിക്കും. പുള്ളി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെയാ. Did you like Malayalam? That language? The language, yeah, it's very nice. Sometimes it sounds like you're arguing. Sometimes it sounds like you're singing. നമ്മള് സംസാരിക്കുമ്പോ ഇവരെല്ലാരും പറഞ്ഞു എൻ്റെ അടുത്ത്, നമ്മള് സംസാരിക്കുമ്പോ പാട്ട് പാടണ പോലെയാണ് നമ്മുടെ ലാംഗ്വേജ് ഇവർക്ക് തോന്നണേന്ന്. ചില സമയത്ത് തോന്നുന്നു നിങ്ങളുടെ ലാംഗ്വേജ് അങ്ങനെ തോന്നുന്നു, എന്തോ ഇംഗ്ലീഷ് പാട്ടൊക്കെ പാടുന്നു. ഷീ ഫെൽറ്റ് ദ സെയിം വേ. English, yeah. ചില സമയത്ത് ആർഗ്യൂയിങ് പോലെ തോന്നും, നമ്മൾ വഴക്കിടുകയെന്ന് തോന്നുന്നു. പക്ഷെ അത് രസമാണ്. ഇവരുടെ അങ്കിളോ എല്ലാവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഈ മലയാളം സംസാരിക്കുമ്പോൾ നീ പാട്ട് പാടുമെന്നൊക്കെ ചോദിച്ചത്. വേണ്ട. What's your hobbies? I like a lot of things with like anything I find interesting. I'm into science and stuff. Translating. ഓക്കെ, ആളെല്ലാം ചെയ്യും. സയൻസ് അല്ല എന്താ സ്ക്രാച്ച് ചെയ്യുന്ന ഉണ്ടായിക്കോളാം. എന്റെ എൻഗേജ്മെന്റ് റിങ്ങും എന്നെ പ്രപ്പോസ് ചെയ്തതും എന്റെ എനിക്ക് മനസ്സിലാവും. എല്ലാം പുള്ളി തന്നെ ഉണ്ടാക്കിയേ. പുള്ളി ഗോൾഡ് ചെയ്ത് ഉണ്ടാക്കും. പിന്നെ എല്ലാ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളും. Driving cars. ഡ്രൈവിംഗ് ഒക്കെ ഇഷ്ടമാണ്. കാറൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇവിടുത്തെ 2 കണ്ണാപ്പി പിള്ളേരുടെ 2 ബൈക്ക് കേറ്റേക്ക് വിടുന്ന അവരോട് അടിപൊളി ഡ്രൈവിംഗ്. അല്ല, കാർ ഓടിക്കും. ബൈക്കിനോട് അങ്ങനെയല്ല, കാറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. Okay, what's your favorite car? കാറിനോടത്തെ പേര് പറയും. I really like Toyota Supras. Yeah, the 1990s one, Mark IV. സൂപ്പർ കാർ ഭയങ്കര ഇഷ്ടമാണ്. Just beautiful. അറിയാന്നുള്ള പോലെ ഇരിക്കും. എനിക്കിഷ്ടം അത്, അടിപൊളിയാണ്. അങ്ങനെ കളറങ്ങാനും ചോദിക്കണോ? ഞാൻ വല്ല അംബാസഡർ കാണിച്ചു. അവിടെ അങ്ങനെ എല്ലാം ചെയ്തോളും, എല്ലാ കാര്യങ്ങളും ചെയ്തോളും. ഒരു പ്രശ്നമില്ല, ഒരു മടിയും ഇല്ല. ഗായത്രി ഇടുന്ന ഏത് ഡ്രസ്സാണ് പുള്ളിക്ക് ഇഷ്ടം? ട്രഡീഷണലോ? വാട്ട് യു ലൈക്ക് മോസ്റ്റ്, ട്രഡീഷണൽ ഓർ മോഡേൺ? Traditional in any culture, really, English and Indian ട്രഡീഷണൽ colours. മനസ്സിലായി. ഏത് കൾച്ചറിലായാലും അവരുടെ ട്രഡീഷണൽ ഡ്രസ്സസ് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ ഞാൻ ഇവിടുത്തെ ഓക്കെ, വാട്ട് ഡു യു ലൈക്ക് മീ വെയറിംഗ്? What type of clothes? Either. She looks lovely in sari. Purta. എന്തിട്ടാലും ഞാൻ സാരിയിൽ ഭയങ്കര സുന്ദരിയാന്നാ പറഞ്ഞത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എനിക്കത് മനസ്സിലാവില്ലെന്ന് പറഞ്ഞു. എല്ലാവരും സാരിയിൽ ഞാൻ ഭംഗിയുണ്ട് പറഞ്ഞു. പിന്നെ അറിഞ്ഞിട്ട് പോലും ഇല്ല. എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ സാരിയിൽ സുന്ദരിയാ, ഞാൻ അങ്ങനെ സുന്ദരി ഇല്ലടാ, ഞാൻ എന്തിട്ടാലും സുന്ദരിയാന്ന് എന്നോട് പറയുന്നേ. അതാണോ പറഞ്ഞത്?
പക്ഷെ ഇപ്പൊ പറഞ്ഞത് സാരി ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഇടുന്നത്. പിന്നെ ഇവിടെയാണെങ്കിൽ കുർത്ത ഭയങ്കര ഇഷ്ടം. ഇവിടെ കുട്ടികളെ കുർത്ത ഇട്ട് കിടക്കും, ഭയങ്കര ഡിഫറെന്റ് സ്റ്റൈലുള്ള കുർത്തയൊക്കെ ഇട്ട് കിടക്കും, ജീൻസിന്റെ വെള്ളമൊക്കെ ഇട്ടപ്പോ ഭയങ്കര. കാരണം ഈ ജീൻസ് ടോപ്പ്, കുട്ടി ടോപ്പ് എല്ലാം പുള്ളി ക്രോപ്പ് ടോപ്സും എല്ലാം കണ്ടിതായി. അപ്പൊ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ പുള്ളിക്ക് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും അമ്പലത്തിൽ കൊണ്ടോ പട്ടുപാവടൊക്കെ ഇട്ട് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാണുമ്പോ നല്ല ഭംഗിയല്ല അങ്ങനെ കിട്ടുന്ന നടക്കണോ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. അടിപൊളി ഇന്റർവ്യൂ ആയിരുന്നു. ഞാൻ ഒത്തിരി ചിരിച്ചു, പുള്ളിക്കൊന്നും മനസ്സിലായില്ല. എല്ലാം ഇനി പറഞ്ഞു കൊടുക്കണം. വീട്ടിൽ പോയി ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്റർവ്യൂ ഇറങ്ങും. ഇതൊക്കെയാണല്ലേ അവിടെ ഇരുന്ന് പറഞ്ഞത്, എനിക്കതൊന്നും മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. Thank you.